യെസ്, വീണ്ടും നമ്മൾ നിലമ്പൂരിലേക്ക് പോവുകയാണ്. നിലമ്പൂരിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ സമയം 5:50ആയപ്പോഴത്തേക്കും നിലമ്പൂരിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 70%. നിലമ്പൂരിൽ മാനവേദം സ്കൂളിൽ നിന്നും സാജിദും ഒപ്പം തന്നെ എടക്കര സ്കൂളിൽ നിന്നും ഷംസീറുമാണ് ഉള്ളത്. ഷംസീറ, ഈ 5 മണി വരെയുള്ള കണക്കുകൾ നമുക്ക് കിട്ടുമ്പോൾ 70% ഈ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 70%-ഓളം പോളിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ആ പോളിംഗ് ശതമാനം ഉയരുന്നത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആത്മവിശ്വാസം അവർക്ക് നൽകുന്നുണ്ട്? മറ്റു വിവരങ്ങൾ. ഹജി, സമയം ഇപ്പോൾ 5:50 ആവുകയാണ്. 70%-ലേക്ക് പോളിംഗ് എത്തിയിരിക്കുന്നു. 70.76% പോളിംഗ് ഉയർന്നിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പോളിംഗിലേക്ക് പോകുന്ന ഒരു നിലയുണ്ട്. കഴിഞ്ഞ തവണ അത് 76.6% അതിലേക്ക് എത്താനുള്ള സാധ്യതയില്ല എങ്കിൽ കൂടി ഭേദപ്പെട്ട നിലയിൽ തന്നെ, അല്ലെങ്കിൽ മികച്ച രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനോട് വോട്ടർമാർ പ്രതികരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 3 ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെ എവിടെയും നിലവിൽ ക്യൂ ഇല്ല എങ്കിൽ കൂടി കാര്യമായി തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൊട്ടു പിന്നിലുള്ള 72-ാം നമ്പർ ബൂത്തിൽ 74% പോളിംഗ് ഈ ബൂത്തിൽ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് നേരിട്ട് ബൂത്തുകളിൽ സംസാരിക്കുമ്പോൾ ഒരു 73-74% പോളിംഗ് പല ബൂത്തുകളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ബൂത്തുകൾ തൊട്ടപ്പുറത്തുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് നമ്മൾ പോയി, നേരത്തെ സേഫ് സൂചിപ്പിച്ച പോലെ തന്നെ എവിടെയെങ്കിലും ആളുകൾ ക്യൂവിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മറ്റു ബൂത്തുകളിൽ കൂടി പോയിരുന്നു. എവിടെയും ആളുകൾ ക്യൂവിൽ നിൽക്കുന്ന ഒരു കാഴ്ചയില്ല എങ്കിൽ കൂടി ബൂത്തുകളിലെല്ലാം തന്നെ 70% മുകളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ള കാഴ്ച കാണുന്നുണ്ട്. നേരത്തെ അജി സൂചിപ്പിച്ച പോലെ ഇത് എങ്ങനെയാണിത് പ്രതിഫലിക്കുക എന്നുള്ളത് കൂടുതൽ സൂക്ഷ്മമായ പരിശോധനയിലൂടെ കൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇരു മുന്നണികളും PV അൻവർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂടുന്നത്, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കൂടി നിൽക്കുന്നത് ആർക്കൊക്കെ ഗുണം ചെയ്യുമെന്നുള്ളത് ഓരോ ബൂത്തുകളുടെയും ഫലം, അല്ലെങ്കിൽ ബൂത്തുകളുടെ വോട്ടിംഗ് നില കൂടി പരിശോധിച്ചാൽ മാത്രമായിരിക്കും വ്യക്തമാവുക. ആരുടെയൊക്കെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് കൂടിയിട്ടുണ്ട്, എവിടെയൊക്കെ പോളിംഗ് കുറഞ്ഞു എന്നുള്ളത് പരിശോധിച്ചാൽ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചൊരു വ്യക്തത കൈവരിക. ഈ ക്യൂ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം തന്നെ മികച്ച രീതിയിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ബൂത്ത് ഏജന്റ് ആണോ? സ്ഥാനാർത്ഥിയുടെ ഏജന്റാ. ബൂത്ത് ഏജന്റ്. സ്വന്തം സ്ഥാനാർത്ഥിയുടെ. എങ്ങനെയുണ്ട് പൊതുവെ ഒരു വോട്ടർമാരുടെ ഒരു പ്രതികരണം പോളിംഗിനോട്? ഒരു ബൈ ഇലക്ഷനോട് ഒരു വിരക്തി ഉണ്ടാവുന്ന ഒരു സാധാരണ ഒരു കാഴ്ചപ്പാടുണ്ടായത്. പക്ഷെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. നല്ല പോളിംഗ് ആണ്. ഏതാണ്ട് ഇപ്പോൾ ഈ ബൂത്ത് 79ാമത്തെ ബൂത്താണ്. 75% എത്താൻ പോവുകയാണ്. പിന്നെ ഭാഗ്യവശാൽ നല്ല പ്രസന്നമായ കാലാവസ്ഥ, ജനങ്ങൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തിരക്ക് കൂട്ടാതെ വോട്ട് ചെയ്തുകൊണ്ട് ബൂത്തിലും ക്യൂ ഉണ്ടായിട്ടില്ല. നല്ല പോളിംഗ് നടന്നിട്ടുണ്ട്. 75% കവർ ചെയ്യുക എന്ന് പറഞ്ഞത് നിസ്സാരമായിട്ടല്ല കാണുന്നത്. ജനങ്ങൾ എന്തോ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റെടുത്തതായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തതായി കരുതുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ഈ പ്രചാരണ രംഗത്തെല്ലാം അതിന്റെ വീറും വാശിയും എല്ലാം ഉണ്ടായിരുന്നു. വോട്ടേഴ്സും ആ നിലയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ഉൾക്കൊണ്ട കാഴ്ച നമ്മൾ കാണുകയാണ്. ഈ ബൂത്തിൽ മറ്റൊരു ഷംസീറ, ഞാൻ സാജിദിലേക്ക് കൂടെ പോവുകയാണ്. സാജിദ് നിൽക്കുന്നത് മാനവേദൻ സ്കൂൾ, നിലമ്പൂരിലെ മാനവേദൻ സ്കൂളിലാണ് നിൽക്കുന്നത്. സാജിദ്, നേരത്തെ ഷംസീറിന്റെ അടുത്ത് നിന്ന പോളിംഗ് ഏജന്റ് പറഞ്ഞത് സാജിദും കേട്ട് കാണും. ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും പോളിംഗ് ഉയരുന്നത് ആദ്യമായിട്ടാണ്. അത് ഒരു ആത്മവിശ്വാസം ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ തന്നെയും ഉണ്ട്. സാജിദ് നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ്? തിരക്കുണ്ടോ? ഇപ്പോൾ സമയം അവസാനിക്കാറായിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരം? അജി, ഞാൻ നിൽക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ മാനവേദൻ സ്കൂളിൽ 3 ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെ നിലവിൽ ആളുകൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഇതിൽ 3 ബൂത്തിൽ 2 ബൂത്തിൽ 75% പോളിംഗ് വന്നിരിക്കുന്നു. മറ്റൊരു ബൂത്തിൽ 72% വന്നിരിക്കുന്നു. അതായത് ആളുകൾ രാവിലെ തന്നെ പരമാവധി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്കും ചില ഭാഗങ്ങളിൽ തിരക്കുണ്ടായിരുന്നു. വൈകുന്നേരത്തോടു കൂടി ആളുകൾ തീരെയില്ല എന്ന് തന്നെ പറയാം. ഇനി ഏതാണ്ട് ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇരു മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവറും തങ്ങൾക്കുള്ള വോട്ടുകൾ പരമാവധി നേരത്തെ തന്നെ ഈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീറും വാശിയും ഏറിയ പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ രീതിയിൽ പോളിംഗ് ഉയരാറില്ല. നമുക്ക് ഏറ്റവും അവസാനം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അതിനു മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 6% പോളിംഗ് കുറവായിരുന്നു. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഉപതെരഞ്ഞെടുപ്പ്
ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ലോക്സഭയുടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതിന് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു, വീണ്ടും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു, ഇപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ തുടർച്ചയായി ഈ വോട്ട് ചെയ്യാൻ ആളുകൾ വരുന്നു എന്നുള്ളൊരു മടുപ്പ് ഒരിക്കലും ആളുകൾക്ക് ഇല്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരു ഭേദപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഉള്ളത്. ഈ ഗ്രാമീണ മേഖലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ചെറിയ ക്യൂ ഉള്ളത്. മറ്റ് നഗരപ്രദേശങ്ങളിലൊന്നും കാര്യമായ ക്യൂ ഇല്ല. ആളുകൾ നേരത്തെ തന്നെ ഈ വോട്ട് ചെയ്ത് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് ഇപ്പോൾ ഒരു 71-72% ഒരു 73% ഉള്ളിലായിരിക്കാം ഒരുപക്ഷെ പോളിംഗ് ശതമാനം വരാനുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ ഉള്ളത്. ഇപ്പോൾ കാലാവസ്ഥ അത്ര പ്രശ്നം അല്ലാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് മാത്രമാണ് മഴ പെയ്തിരുന്നത്. ആ രീതിയിൽ എല്ലാ പാർട്ടികളും മുന്നണികളും അവരുടെ വോട്ടർമാരെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ കൂടി ഒരുക്കിയിരുന്നു. അജി, യെസ്, പോളിംഗ് അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. ആരെയാണ് ഈ പോളിംഗ് ശതമാനം ഉയർന്നത് തുണയ്ക്കുക എന്നുള്ളത് 23 വരെ നമ്മൾക്ക് കാത്തിരിക്കാം. 3 സ്ഥാനാർത്ഥികളും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് 2 പ്രധാനപ്പെട്ട മുന്നണികൾ അവരുടെ വലിയ ആത്മവിശ്വാസം, പോളിംഗ് ശതമാനം ഉയർന്നത് വലിയ ആത്മവിശ്വാസത്തോടെയാണ് അവരും നോക്കിക്കാണുന്നത്.